അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിന് ഈ ഇദാ അജ്ജല ബിഹി സൈറു എന്നു മുതൽ വനിയ്യത്തുൽ ജംഇ എന്നുള്ളത് വരെ നമുക്ക് മിസ്സായി പോയിട്ടുണ്ട്. അത് പ്ലേ ആൻഡ് പോസ് നിൽക്കുന്നത് മാറിപ്പോയിട്ട് മിസ്സായി പോയതാണ്. അപ്പോൾ നമുക്ക് ആ ഭാഗം മാത്രം എന്ന് നമുക്ക് പറയാം. അപ്പോൾ നോക്കാം. യുഅഖിറുൽ ളുഹ്റ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന ആയിരുന്നു ഇദാ അജ്ജല ബിഹി സൈറു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ അജ്ജല ബിഹി സൈറു, യാത്ര പെട്ടെന്ന് നടത്തുകയാണെങ്കിൽ, യാത്ര വളരുകയാണെങ്കിൽ എന്നർത്ഥം. യുഅഖിറുൽ ളുഹ്റ, ളുഹ്റിനെ പിന്തിപ്പിക്കും, ഇലാ വഖത്തിൽ അസ്രി, അസ്റിലെ ആ സമയത്തേക്ക്. അതായത് പെട്ടെന്ന് പോകണമെന്നുണ്ടെങ്കിൽ, അതായത് പെട്ടെന്ന് പോകുന്ന ഉച്ചക്ക് മുമ്പൊക്കെ നേരത്തെ പോകണമെന്നുണ്ടെങ്കിൽ ളുഹറിനെ അസറിലേക്ക് ജമാക്കും. എന്നിട്ട് രണ്ടും കൂടി ഫേജുമോ ബൈനഹുമ, ളുഹറിനെ അസറിലേക്ക് പിന്തിപ്പിക്കും, എന്നിട്ട് അതിൻ്റെ ഇടയിൽ ജമാക്കും. അതേമാതിരി തന്നെ മഗ്‌രിബിനെ പിന്തിപ്പിക്കും, എത്താ ഇസ്മ ബൈനഹ വ ബൈനൽ ഇശായി, അതിനെയും ഇശായിനെയും പരസ്പരം ജംആക്കുന്നത് വരെ. ഹീന യഗീബു ഷഫഖു, ഷഫഖുൽ അഹ്മർ മറയുന്ന സമയത്ത്. അതായത് ഷഫഖുൽ അഹ്മർ മറയുന്ന സമയത്താണല്ലോ ഇശാന്റെ സമയമാകുക. അപ്പം അതാ പറഞ്ഞത്. ഇനി വറവ അബൂദാവൂദ് റളിയല്ലാഹു അൻഹു, അബൂദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു, അൻ മുആദ് റളിയല്ലാഹു അൻഹു, മുആദ് റളിയല്ലാഹു അൻഹു തൊട്ട് അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഫീ ഗസ്വതി തബൂക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തബൂക്ക് യുദ്ധത്തിൽ ആയിരുന്നു. ഇദാ ഗാബത്തി ശംസു ഖബ്ല അൻ യർതഹില, യാത്ര ചെയ്യുന്നതിൻ്റെ മുമ്പ് സൂര്യൻ മറഞ്ഞാൽ ജമാ ബൈനൽ മഗ്‌രിബി വൽ ഇശായി, അതായത് യാത്രക്ക് മുമ്പ് സൂര്യൻ അസ്തമിച്ചാൽ മഗ്‌രിബിനെയും ഇശായിനെയും ജമാക്കും. അതായത് ആദ്യം മഗ്‌രിബിനെയും ഇശായിനെ നിസ്കരിക്കും, എന്നിട്ട് യാത്ര പോകും. അതായത് മുന്തിച്ച് ജമാക്കുന്ന അർത്ഥം. വൈനിർത്തല കബുലാൻ ദഗീബ ശംസു, യാത്ര ചെയ്യുന്നതിൻ്റെ മുമ്പ്, സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ മുമ്പ് യാത്ര ചെയ്യുകയാണെങ്കിലോ അഖറൽ മഗ്‌രിബിനെ പിന്തിപ്പിക്കും, ഹത്താ യൻസിലിൽ ഇശായി, എന്നിട്ട് ഇശായിന് ഇറങ്ങും. യാത്രയുടെ ഇടയിൽ എവിടെയെങ്കിലും ഇറങ്ങും. തുമ്മ ബൈനോമ, എന്നിട്ട് അതിൻ്റെ ഇടയിൽ രണ്ട് മഗ്‌രിബിനെ ഇശായിനെ ബിന്ദിച്ച് ജമാക്കി നിസ്കരിക്കും. ഈ ഹദീസ് ഹസനാണെന്ന് തുർമുദി ഇമാം പറഞ്ഞിട്ടുണ്ട്. മഹ്ഫൂദ് ആണ് എന്ന് ബൈഹഖി ഇമാം പറഞ്ഞിട്ടുണ്ട്. അപ്പം മഹ്ഫൂദ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നമുക്ക് ഇൻഷാ അല്ലാഹ് വരും ക്ലാസ്സുകളിൽ പഠിക്കാനുള്ളതാണ്. അത് ഉസൂൽ ഹദീസിൻ്റെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ പഠിക്കും. ഇപ്പോൾ നിങ്ങളിങ്ങനെ മനസ്സിലാക്കുക, മഹ്ഫൂദ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സനദിൽ എന്തെങ്കിലും നഖസ്, എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടാകും. അപ്പോൾ അതിൽ നിന്ന് എന്താണ് ഇതിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. സാധാരണ വരുന്ന ഈ സനദാണെന്നുണ്ടെങ്കിൽ ഈ സനദ് അതിൽ നിന്ന് മഹ്ഫൂദാണ്. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഉദ്ദേശങ്ങൾ. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വരും ക്ലാസ്സുകളിൽ കൃത്യമായിട്ട് പഠിക്കാം. ഇനി ദലീലുൽ ഖൗലിൽ മർജൂഹി, മർജൂഹായ കൗലിൻ്റെ ദലീൽ. ഇവിടെ ഇപ്പോൾ റാജിഹായ കൗലാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്. എന്ത്? ദീർഘമായ യാത്രയിലാണ് ജംഅ് പാടുള്ളൂ എന്നുള്ളതാണ് റാജിഹായ കൗല്. അപ്പം മർജൂഹായ കൗല് ചെറിയ യാത്രയിലും ജംഅ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അത് അവരുടെ തെളിവെന്താ? ഇവിടെയൊക്കെ ഹദീസുകളിൽ സഫർ എന്ന് നിരുപാധികം പറഞ്ഞിട്ടുള്ളല്ലോ. എന്ത്? ദീർഘമായ യാത്ര എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതുപോലെ തന്നെ അപ്പോൾ അതുകൊണ്ട് എന്ത്, സഫർ ഉണ്ടായാൽ മതി, എന്ത് വേണ്ട, ദീർഘമായ യാത്ര വേണ്ട എന്നുള്ളതാണ് മർജൂഹായ കൗല്. ഇനി വർറാജിഹു, പ്രബലമായ അഭിപ്രായത്തിന്റെ ആൾക്കാരോ, കയ്യദഹു ബിത്തൊവീലി, അതിനെ കൈതിട്ടു. എന്തിനെ? ആ സഫർ എന്ന് പറഞ്ഞതിനെ അത് മുത്തലക്കാക്കിയതിനെ മുക്കയ്യദാക്കി എന്നർത്ഥം. കമാഫിൽ കസരി, കസറിലുള്ളത് പോലെ കസർ ഒരു റൊഹ്സാണല്ലോ, അതുപോലെ ജംഉ ഒരു റൊഹ്സാണല്ലോ. കസറിൽ തൊവീലാകണം എന്നുള്ളത് എല്ലാവരും പറയുന്നുണ്ടല്ലോ. അപ്പം അതുപോലെ ഇതിലും ആ കൈതുണ്ട്. കാരണം എന്താ? രണ്ടോടത്തും റൊഹ്സ എന്നുള്ള പരസ്പരം ഉള്ള ഒരു ജാമ്യം അവിടെ ഉണ്ട്. അവിടെയും റൊഹ്സാണ്, ഇതും റൊഹ്സാണ്. അപ്പോൾ അവിടെ തൊവീലുണ്ടെങ്കിൽ ഇവിടെയും തൊവീൽ വേണമെന്നാണ് റാജിഹായ കൗലിൻ്റെ ആൾക്കാർ ചെയ്തത്.
വലാ യജൂസുൽ ജമ്മു ഫി സഫറിൽ മാസിയ. എന്തായാലും അപ്പോൾ അങ്ങനെയാണ് അതിന്റെ കാര്യം. റാജി ആയത് പ്രകാരം തൊവീൽ ജം ചെയ്യാൻ മാത്രമേ ജം ചെയ്യാൻ പറ്റുള്ളൂ. മർജു ആയത് പ്രകാരം തൊവീലാകണം എന്നില്ല ചെറിയ യാത്രയിലും ജമ്മ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത വിഷയം ലാ യജൂസുൽ ജമ്മു ഫി സഫറിൽ മാസിയത്തി. തെറ്റായ യാത്രയിൽ, അതായത് ഇപ്പൊ തെറ്റായ യാത്ര എന്ന് പറഞ്ഞാൽ യാത്രക്കിടയിൽ തെറ്റ് ചെയ്യണതല്ല, അവന്റെ മഖസൂദ് തെറ്റാകണം. അതായത് ഇപ്പൊ ഒരു തെറ്റായ ബിസിനസ് അല്ലെങ്കിൽ ഒരു തെറ്റായ ഹറാമായ കാഴ്ച കാണാൻ പോവാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഹറാമായ കാര്യത്തിന് വേണ്ടിയിട്ട് യാത്ര ചെയ്താൽ അതിന് ജം ചെയ്യാൻ പറ്റില്ല. എന്നാലും നേരെ തിരിച്ച് അവൻ യാത്രക്കിടയിൽ ഒരു ഹറാമ് ചെയ്തു പോയി, അത് വിചാരിച്ചിട്ട് എന്താവൂല, അവന്റെ ക്യാൻസലായി പോകൂല. ഓക്കെ, അപ്പൊ അവന്റെ മഖസൂദ്, അവന്റെ ഉദ്ദേശം എന്താണ്, മാസിയത്തായി കഴിഞ്ഞാൽ അതിനാണ് സഫറുൽ മാസിയ എന്ന് പറയാ. അതിൽ ജമ്മാക്കാൻ പറ്റൂല. വലാ ജം സുബീല വരിയ, സുബീനെ വേറെ സ്ഥലത്തേക്കും ജമ്മാക്കാനും പറ്റൂല. വലൽ അസ്രി ഇലൽ മഗ്രിബി, അസറിനെ മഗ്രിബിക്ക് ജമ്മാക്കാനും പറ്റൂല. ഇനി മുന്തിച്ച് ജമ്മാക്കാനുള്ള 3 ഷർത്തുകളാണ്. ശുറൂത്തു തഖ്ദീമി സലാസത്തുൻ, മുന്തിച്ച് ജമ്മാക്കാനുള്ളത് 3 ഷർത്തുകളാണ്. അൽ ബുദാഅത്തു ബിൽ ഊല, ഒന്നാമത്തത് കൊണ്ട് തുടങ്ങുക. മുന്തിച്ച് ജമ്മാക്കണം എന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ നിസ്കാരം ഏതാണ്? അപ്പോൾ ഒന്നാമത്തെ നിസ്കാരം ഒന്നെങ്കിൽ ളുഹ്റാകും അല്ലെങ്കിൽ മഗ്രിബാകും അല്ലേ? അപ്പൊ അത് കൊണ്ട് തുടങ്ങണം. കാരണം എന്താ, അതാണ് അതിന്റെ സമയമാണല്ലോ. മുന്തിച്ച് ജമ്മാക്കുമ്പോൾ ളുഹറിന്റെ സമയത്താണ് അല്ലെങ്കിൽ മഗ്രിബിന്റെ സമയത്താണ് നിസ്കരിക്കുക. അപ്പൊ അതാണ് അതിന്റെ സമയം. രണ്ടാമത് അതിന്റെ താബിയാണ്. അപ്പം മത്ബൂ വരാതെ താബി വരാൻ പാടില്ലല്ലോ അല്ലേ? നമുക്കൊരു പിൻഗാമി ഉണ്ടാവണമെങ്കിൽ മുൻഗാമി അവിടെ ഉണ്ടാവണ്ടേ എന്ന് പറഞ്ഞാൽ ഫലോ സൊല്ലൽ അസറ കബിലിൽ ളുഹരി, അസറിന് ളുഹറിന്റെ മുമ്പ് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവൂല. എന്നിട്ട് എന്ത് ചെയ്യണം? ലുഹരി, ആ ളുഹർ നിസ്കരിച്ചതിന്റെ ശേഷം ആ അസർ വീണ്ടും നിസ്കരിക്കേണ്ടി വരും. വക്കതാലോ സല്ലൽ ഇഷാ കബൽ മാരിബിന്റെ മുമ്പ് ഇഷാ നിസ്കരിച്ചാൽ ആ ഇഷാ ശരിയാവൂല, ആ മാരിബിന്റെ ശേഷം വീണ്ടും നിസ്കരിക്കണം. ഇനി അവൻ രണ്ടും നിസ്കരിച്ചത് വലോ സല്ലാവുമാബിൽ ഊല, ഒന്നാമത്തെ അതായത് മാരിബ് തുടങ്ങി അല്ലെങ്കിൽ ആദ്യം ളുഹർ നിസ്കരിച്ചിട്ട് തുടങ്ങിയത്. പിന്നെ മനസ്സിലായത് എന്ത്? ഒന്നാമത്തെ നിസ്കാരം ഏതോ ഒന്നാമത്തെ നിസ്കാരത്തില് അത് ഫായത്തായി പോയിക്കണം, അത് നഷ്ടപ്പെട്ടു പോയിക്കണം, അത് ബാത്തിലായി പോയിക്കണം. ഫവാത്തി ഷർത്തിൻ ഒരു റുക്കിന് നഷ്ടപ്പെട്ടത് കൊണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസദത്തി സാനിയത്ത്, രണ്ടാമത്തെ നിസ്കാരവും ക്യാൻസലായി പോകും. കാരണം എന്താ? മത്തുബൂ മുൻഗാമിൻ കൊളായ പിൻഗാമിൻ കൊളാവും, മത്തുബൂ കൊളായാല് താബിയും കൊളാവും. അതാണ് ഫസദത്തി സാനിയത്തു ഐലൻ ലിന്തിഫായ ഷർത്തിയ മിനൽ ബുദാഅത്തി ബിൽ ഊല. കാരണം അതിന്റെ ഷർത്ത് എന്താ നമ്മൾ പറഞ്ഞത്? ഒന്നാമത്തെ കൊണ്ട് തുടങ്ങണം. അവിടെ ഒന്നാമത്തെ കൊണ്ട് തുടങ്ങിയണമെങ്കിൽ ഒന്നാമത് തുടങ്ങിയതായിട്ട് പരിഗണിക്കൂല, കാരണം ഫസാദായി പോയല്ലോ. ഫസാദായതുകൊണ്ട് നീയത്തുൽ ജംഇ ഇൻഷാ അല്ലാഹ് അത് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടതാണ്. ഇനി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.